ABVP-ക്കാരെ മർദ്ദിക്കണമെന്ന അധ്യാപികയുടെ പ്രകോപന പരാമർശം. കരടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃതം യൂണിവേഴ്സിറ്റിയിലാണ് സംഭവം. സർവകലാശാല VC-യെ ABVP പ്രവർത്തകർ തടഞ്ഞതിനെ തുടർന്നായിരുന്നു അധ്യാപികയുടെ മനുഷ്യത്വ വിരുദ്ധമായ പരാമർശം. SFI പ്രവർത്തകരോടാണ് അധ്യാപികയായ ഡോക്ടർ ശർമിളയുടെ ആഹ്വാനം. വിരളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ABVP പ്രവർത്തകരെ മർദ്ദിക്കണമെന്ന അധ്യാപിക തന്നെയാണ് SFI പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുന്നത്. തീർത്തും മനുഷ്യത്വ വിരുദ്ധമായ ഒരു നിലപാടാണ് അധ്യാപിക സ്വീകരിച്ചത്. എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? ഇന്ന് വൈകുന്നേരം 4:30 മണിയോടുകൂടി യൂണിവേഴ്സിറ്റി ക്യാമ്പസിനുള്ളിലാണ് ഈ നാടകീയമായ സംഭവങ്ങളൊക്കെ തന്നെ അരങ്ങേറിയത്. സർവകലാശാല VC-യെ ABVP പ്രവർത്തകർ തടഞ്ഞിരുന്നു. കാരണം ഇക്കഴിഞ്ഞ ജനുവരി 24-ാം തീയതി ABVP പ്രവർത്തകനായിട്ടുള്ള ഉജ്ജ്വലിനെ ഏകപക്ഷീയമായിട്ട് സസ്പെൻഡ് ചെയ്തിരുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ പലതവണ VC-യെ കാണാൻ ശ്രമിച്ചെങ്കിലും ABVP പ്രവർത്തകരെ കാണാൻ കൂട്ടാക്കിയിരുന്നില്ല. തുടർന്നാണ് ഇന്ന് VC-യെ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് ABVP പ്രവർത്തകർ നീങ്ങിയത്. ഈ സംഭവം നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള ഡോക്ടർ ശർമിള ABVP-ക്കാരെ മർദ്ദിക്കണമെന്നുള്ള ഒരു പ്രകോപനപരമായ പരാമർശം നടത്തിയത്. അടിച്ചവന്റെ എന്നുള്ള വാക്ക് പ്രയോഗിച്ചത് തൊട്ട് പിന്നാലെ ഈ വീഡിയോ എടുക്കുന്നത് മറ്റ് ചുറ്റും നിന്ന് SFI-ക്കാർ ഡോക്ടർ ശർമിളയെ ധരിപ്പിക്കുന്നുണ്ട്. തുടർന്ന് പറയുന്നത് VC-യെ തടഞ്ഞിരിക്കുകയാണ് 4 ABVP പിള്ളേര് എന്നുള്ള വാക്കുകളാണ് പ്രയോഗിക്കുന്നത്. അതുപോലെ തന്നെ പുരുഷ പോലീസ് വിദ്യാർത്ഥിനികളോട് വളരെ മോശം രീതിയിലാണ് പരാമർശങ്ങളും ഒക്കെ തന്നെ പെരുമാറുകയൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. വനിതാ പോലീസ് ഒന്നും തന്നെ ഇല്ലാതെയാണ് ഈ വിദ്യാർത്ഥിനികൾ അടക്കമുള്ള പ്രതിഷേധക്കാരെ മാറ്റാനായിട്ട് പോലീസ് എത്തിയത്. ഈ അധ്യാപികയായ ഡോക്ടർ ശർമിളയുടെ ചുറ്റും നിൽക്കുന്നത് SFI-ക്കാരായിട്ടുള്ള പ്രവർത്തകരാണ്. അവരോടാണ് ഈ അടിക്കണം എന്നുള്ള ABVP-ക്കാരെ അടിക്കണം എന്നുള്ള ഒരു ആഹ്വാനം അല്ലെങ്കിൽ അത്തരം ഒരു പരാമർശം അധ്യാപിക നടത്തുന്നത്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഏത് തരത്തിലായാലും ABVP-യുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ പ്രവർത്തന സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ഒരു നീക്കം അത് കാലാകാലങ്ങളായി SFI പ്രവർത്തകർ നടത്തുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെയും മാറ്റിക്കൊണ്ടാണ് ABVP ഓരോ കലാലയങ്ങളിലും ആധിപത്യം നേടുന്നത്, വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങൾ കീഴടക്കുന്നത്. അതിലുള്ള ഒരു നിരസ്യം തന്നെയാണ് ഈ അധ്യാപികയുടെ ഭാഗത്തിന് നമുക്ക് പ്രകടമാകുന്നത്, മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? കാലാകാലങ്ങളായിട്ട് കാലടി യൂണിവേഴ്സിറ്റിയിൽ പക്ഷപാതപരമായിട്ടാണ് ABVP പ്രവർത്തകരോട് അവിടുത്തെ അധ്യാപകരടക്കമുള്ള ആളുകൾ സമീപിക്കുന്നത്. അവരോട് പ്രവർത്തിക്കുന്നത് അതേ രീതിയിലാണ്. ഈ ഉജ്ജ്വൽ എന്ന് പറയുന്ന ABVP പ്രവർത്തകനെ അകാരണമായിട്ട് സസ്പെൻഡ് ചെയ്തതിലുള്ള പ്രതിഷേധമായിരുന്നു ഇന്ന് അവിടെ ഉണ്ടായത്. അതിനിടയിലാണ് ചുറ്റും നിന്ന SFI-ക്കാരായിട്ടുള്ള പ്രവർത്തകരോട് ഫിലോസഫി ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപികയായ ഡോക്ടർ ശർമിള അടിച്ചവന്റെ എന്നുള്ള വാക്കാണ് തൊട്ട് പിന്നാലെ വീഡിയോ കാണുന്നതിന് അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ആ വാക്കുകൾ ആ സെന്റൻസ് പൂർത്തീകരിക്കാതെ നിർത്തുന്നത്. തൊട്ട് പിന്നാലെ VC-യെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ABVP-യിലെ 4 പിള്ളേരെന്നൊക്കെ പറയുന്നുണ്ട്. ഈ SFI-ക്കാരോട് ഈ ഇത്തരത്തിൽ SFI-ക്കാരെ ചുറ്റും നിർത്തിക്കൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നാളെ അവിടെ ഒരു സംഘർഷം ഉടലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ആര് വഹിക്കുമെന്നുള്ള ഒരു ചോദ്യമുണ്ട്. മറ്റൊന്ന്, അധ്യാപികയുടെ ഒരു ധാർമ്മികപരമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അതിന് വിരുദ്ധമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പരാമർശവും പ്രകോപനപരമായിട്ടുള്ള വാക്കുകളുമാണ് ഡോക്ടർ ശർമിള ഉപയോഗിച്ചിരിക്കുന്നത്. അടിച്ച് ഒതുക്കുക എന്ന് പറയുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും അവർ വിദ്യാർത്ഥികളാണ്, അവർ ജനാധിപത്യപരമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കുകയാണ്. അതിനെ അടിച്ചമർത്തുവാൻ പറയുന്നത് മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കുട്ടികളോട് തന്നെയാണ് എന്നുള്ളതാണ് ഇവിടെ ഏറെ ഗൗരവകരമായിട്ട് കാണേണ്ട ഒരു വസ്തുത. ഈ പോലീസുകാരെ ഉപയോഗിച്ച് ഈ പെൺകുട്ടികൾ അടക്കമുള്ള ആളുകളെ നീക്കം ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിൽ പോലീസുകാരുടെ ഭാഷയും അവരുടെ സമീപനവും ഒക്കെ തന്നെ ഒരു തെറ്റായ രീതിയിൽ തന്നെയാണ്. കാരണം ആക്രോശിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥിനികൾ അടക്കമുള്ള പ്രതിഷേധക്കാരെ മാറ്റാനായിട്ട് പുരുഷ പോലീസ് തയ്യാറാകുന്നത്. വനിതാ പോലീസ് കൂടി ആ ഭാഗത്തില്ല. അതേ ഘട്ടത്തിൽ തന്നെയാണ് അധ്യാപിക ഈ പ്രതിഷേധക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ അടിക്കണമെന്നുള്ള ഒരു ആഹ്വാനം കൂടി നടത്തുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നാണ് ABVP പ്രവർത്തകർ അറിയിച്ചിട്ടുള്ളത്. സുരേഷ്, രേഷ്മ ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.